അങ്ങനെ വീണ്ടും ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് അധികം ജോലികളുണ്ട്. തേങ്ങവലിയൊക്കെ ഉണ്ട് പറമ്പിൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയത്തേക്ക് മാറി ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നടക്കാനുള്ള തീരുമാനത്തിലാണ്. അല്ലെങ്കിൽ എൻ്റെ തലയിൽ തേങ്ങ പോകുന്നു പറഞ്ഞിട്ട് മാറ്റി നിർത്തിയതാണ് കേട്ടെ. എന്നിട്ട് വേണം ബാക്കി സഹായത്തിനൊക്കെ ചെല്ലാൻ. എന്താ വന്ന് നോക്കുന്നേ? എന്താണ് അമ്മ വിളിക്കൂലേ? പോയി വയ്ക്കോ. അമ്മ എന്നെ കാണാൻ ഞാൻ കറിയൂ. പോയിക്കോ. ഇതാ തറവാട്ടിലുള്ളൊരു പശുക്കുട്ടി കേട്ടോ. തേങ്ങാവലിയൊക്കെ നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സൈഡിലുള്ള അടക്കിയൊക്കെ പെറുക്കാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ചധികം വിറകുകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് അച്ഛൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി എടുത്തിട്ട് ഒരു സ്ഥലത്താക്കി വെക്കണം. എന്നിട്ടത് നമുക്ക് ഇവിടുന്ന് മുറിക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുക ചെയ്യണം. വണ്ടി വിളിച്ചിട്ട് അതിനായിട്ട് എണ്ണെല്ലാം കൂടി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് വെക്കാണ്. ആത്തച്ചക്കയൊക്കെ കുറച്ചധികം പഴുത്തിട്ട് പാകമായിട്ട് നിന്നിട്ടുണ്ട്. ഇനിയിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളൊക്കെ കൊത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് അത് പറിക്കാനുള്ള പരിപാടിയിലാണ്. മൂപ്പെത്തിയതും ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ വീട്ടിലെത്തിയ നല്ല വൃത്തിയിൽ പഴുത്ത് കിട്ടുമല്ലോ കുറച്ച് ദിവസത്തിനുള്ളിൽ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പഴുത്താൽ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. പുഴയുടെ സൈഡിലുള്ള തേങ്ങാവലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ പുഴ വക്കത്തേക്ക് ഇറങ്ങിയതാട്ടോ. കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് കാണാനായിട്ട്. ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാറില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. ഇവിടെ പുഴേൻ്റെ അടുത്ത് തന്നെ കുറേ കൊക്കോ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ മുറിച്ച് പോയി. ഇതിവിടെ ഇവർ താമസിച്ചുകൊണ്ടിരുന്നപ്പം മുമ്പുണ്ടായിരുന്നൊരു കിണറാണ് കേട്ടോ. അതിൽ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ ഇത് ഇടിഞ്ഞ് വീഴാൻ നല്ല സാധ്യതയുണ്ട്. ഇതിന് മുന്നേ ഒന്ന് ഇടിഞ്ഞ് വീണതാണ്. അങ്ങനെ ഞങ്ങൾ പ്രധാന ജോലിയിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ. തേങ്ങാവലിയൊക്കെ കഴിഞ്ഞ് ഓരോരോ സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് ആക്കി മാറ്റണം. പിന്നെ വിറക് വേറെയും മാറ്റി വേർതിരിക്കാനുണ്ട്. കൊതുമ്പ് വേറെ, മട്ടിൽ വേറെയൊക്കെ വേറെ മാറ്റി മാറ്റി വെക്കാനുണ്ട്. ഓല വേറെയൊക്കെ ആക്കിയിട്ട് വെക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു അർബാന എടുത്തിട്ടുണ്ടായിരുന്നു. അർബാനയിൽ തേങ്ങ കുറേശ്ശായിട്ട് എടുത്തിട്ട് കൊണ്ടുപോയിടാനുള്ള സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിടുകയാണ്. ഞാൻ കുറേശ്ശെ വെട്ടി ഈ കൊലകൊലയായിട്ടുള്ളത് ഒരുമിച്ച് ഇതിലിടുമ്പം പെട്ടെന്ന് അർബാന നിറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് വെട്ടിയിട്ട് കൊല വെട്ടിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൽ നിറച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം കുറേ എണ്ണം വാരി ഞാനും കൂടി വാരി ഇട്ടിട്ടാണ് പണി തീർക്കണം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ തീർത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് സൺഡേ ഒരു ദിവസം ലീവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തീർക്കണം. ജോലിയൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ജോലിനെക്കാട്ടും കൂടുതൽ പ്രശ്നമായത് എന്താണെന്ന് വെച്ചാൽ ചൊറിയാണ് കേട്ടോ. ഭയങ്കര ചൊറിച്ചിൽ. ഈ തെങ്ങിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ കയ്യിലായാൽ ശരീരം മൊത്തം ചൊറിച്ചിലാണ്. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ വേർപ്പും കൂടി ആകുമ്പം ഓവറായിട്ട് ചൊറിയും. പിന്നെ 2 ദിവസം കഴിഞ്ഞാലേ ചൊറിച്ചിൽ മാറുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞാലും മാറൊന്നുമില്ല. 2 ദിവസം കഴിയണം. ചൊറിഞ്ഞ എവിടേക്കോ പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് മാറി നിന്ന് മൂത്രയിക്കുന്നു. ആള് കാണും. ലോകമെമ്പാടും അങ്ങനെ ഏട്ടനൊരു കരിക്കൊക്കെ വെട്ടിത്തന്നു. ഞാനത് കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ശരീരം തളർന്നു പോകും നമ്മളിത് ഇങ്ങനെ എത്രയെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ. ഇപ്പം കുറച്ച് ചൂടും ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടാവും. ഇതെ ഒക്കെ തിന്ന് ഇതതിൻ്റെ സ്പൂണാണ്. സ്പൂണല്ല കേട്ടോ, അതിൻ്റെ തോട് മുറിച്ചതാണ്. അതിന് പറയാൻ എനിക്കറിയില്ല. നമ്മൾ ഉന്നെന്ന് പറയും. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ കിടക്ക കട്ടിൽമേലിടുന്ന കിടക്കില്ലേ, അതിൻ്റെ ഉള്ളിലിടുന്ന ഉന്നാണിത്. അതിൻ്റെ മരം ഏതാണ്? അതുകൊണ്ടേ അതിൻ്റെ മുകളിൽ കിടക്കുന്ന കായ കണ്ടില്ലേ, അതാണ് സാധനം. അതാണ് അതിൻ്റെ കായ. അങ്ങനെ നേരമൊക്കെ സന്ധ്യ ആയിട്ടുണ്ട്. ഞങ്ങൾ തേങ്ങയൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു. അവിടെ തൊട്ടടുത്ത് വീടുണ്ടല്ലോ, മുന്നേ താമസിച്ച ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കൂട്ടിയിട്ടിട്ട് എല്ലാ ഓലയൊക്കെ മുകളിൽ വെച്ചിട്ട് മറക്കുകയാണ്. ഇനി നാളെയൊക്കെ തേങ്ങ പൊളിക്കാനായിട്ട് ആൾ വരുള്ളൂ. ഇത്തവണ തേങ്ങ കൊപ്രയായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അവിടെയൊക്കെ വീടൊക്കെ പൂട്ടി വീട്ടിലേക്ക് പോന്നു. അങ്ങനെ പഴുത്ത ആത്തച്ചക്ക ഉണ്ടായിരുന്നു. അത് ഞങ്ങളിങ്ങനെ മുറിച്ചിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. അച്ഛന് മധുരം അങ്ങനെ അധികം പറ്റില്ല, ഷുഗർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് മുറിക്കാനുള്ള പരിപാടിയിലാണ്. ഇതിങ്ങനെ എല്ലാ തവണയും കൊണ്ടുവരും കേട്ടോ. അങ്ങനെ അതേപോലെ മുട്ടപ്പഴമൊക്കെ ഉണ്ട് ഇവിടെ. അത് എത്താത്ത മുകളിലായതുകൊണ്ടാണ് പിന്നെ കാണിക്കാഞ്ഞത്. പിന്നീടൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തുള്ള കസ്റ്റാർഡ് ആപ്പിളല്ല, നിറച്ച് നമുക്ക് കഴിക്കാനുള്ള അത്രയും ഉണ്ട് കേട്ടോ.
കുരുവൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും. ഇതിപ്പോൾ കുഴിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഇപ്പം 3-4 തൈ ഉണ്ട് ഇപ്പോഴും തന്നെ. നമുക്കത് ഓരോ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് പറിച്ച് കളയാറല്ല, ആർക്കും കൊടുക്കാറാണ് ചെയ്യാറ്. വൈകുന്നേരത്തേക്ക് മോന് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഉണ്ടയാക്കാൻ നോക്കിയതിന്, അപ്പോൾ അത് ഉണ്ടയാകാണ്ടെന്നപ്പം മോനിങ്ങനെ കഴിക്കാൻ മതി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചാണ്. അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, ചൂട് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇല പറിക്കാം. എന്താ കൈ കൊണ്ട് എത്തുന്ന ഭാഗത്തിന് ഇവിടെ കുറച്ച് ഇലയുണ്ട്, അപ്പം അതൊക്കെ ഒന്ന് പറിക്കാം. ഏലക്കായ ഇട്ട് ശർക്കര ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ. കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയ പഴമുള്ളതുകൊണ്ട് അത് കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് പഴം കൂടി കൂട്ടിച്ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് ഈ കുമ്പിളപ്പം ആക്കിയിട്ടെടുക്കാം ആവിയിൽ. അങ്ങനെ കുമ്പിളപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. പറമ്പിലൊക്കെ പോയി വന്നാൽ നമ്മൾ കുളിച്ചിട്ട് അകത്തേക്ക് കയറാറുള്ളൂ. അതിന് ശേഷം മോനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു. മോൻ അതിന് മുന്നേ ഉള്ള ഗുണ്ടായിസാണ് കേട്ടോ കാണുന്നത്. അത് ചൂടൊക്കെ തണിച്ച് മോന് കൊടുത്തപ്പോൾ സന്തോഷമാണ് കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ തേങ്ങ കൊപ്രയാക്കുന്നതൊക്കെ കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ. അപ്പം